പുഞ്ചിരി നമ്മുടെ ആയുസ് കൂട്ടുമെന്ന് പലരും പറഞ്ഞ് കേട്ടിട്ടില്ലേ? പക്ഷെ പുഞ്ചിരിക്ക് ആയുസ് മാത്രമല്ല, ഒരു മനുഷ്യന്റെ ചിന്തകളിലേക്ക് കടന്നു കയറാനും പറ്റും. നമ്മുടെ ചിന്തകളെ വളരെയേറെ സ്വാധീനിക്കുന്ന ഒന്നാണ് പുഞ്ചിരി. അതിസമ്പന്നൻ ആയിരുന്ന ജോൺ എന്ന വ്യക്തിക്ക് ഒരു നാൾ എല്ലാം നഷ്ടപ്പെട്ടു. തന്റെ ബിസിനസ് എല്ലാം തകർന്ന് ജോൺ തന്റെ ജീവനൊടുക്കാൻ തീരുമാനിച്ചു. അയാൾ ഒറ്റയ്ക്ക് ഒരിടത്ത് പോയി ഇരുന്നു. ആ സമയത്ത് അയാൾ പൊട്ടിക്കരയുകയായിരുന്നു. താൻ സ്നേഹിച്ചവർ, വിശ്വസിച്ചവർ എല്ലാം തന്നെ വിട്ടുപോയതോർത്ത്. ഇയാളുടെ കരച്ചിൽ കേട്ട് ഒട്ടിയ വയറും നീണ്ട താടിയും മുടിയും ഉള്ള ഒരു വയസ്സായ അപരിചിതൻ ജോണിന്റെ അടുത്ത് വന്നു. ജോണിന്റെ കമ്പനിയിലെ ക്ലീനറായിരുന്നു അയാൾ. എന്താ കാര്യമെന്ന് അയാൾ ചോദിച്ചു. ആദ്യമൊന്ന് മടിച്ചെങ്കിലും എല്ലാം അയാളോട് ജോൺ പറഞ്ഞു. എല്ലാം കേട്ടിട്ട് ആ വ്യക്തി ജോണിന്റെ മുഖത്ത് നോക്കിയൊന്ന് പുഞ്ചിരിച്ചിട്ട് അയാൾ ജോണിനെ നോക്കി നിന്നു. ജോണിന് വല്ലാതെ ദേഷ്യം വന്നു ആ സമയത്ത്. പക്ഷെ ആ പുഞ്ചിരിയും അയാളുടെ ദയനീയതയും ജോണിനെ ചിന്തിപ്പിക്കുകയും ചെയ്തു. ഇത്രയും ദയനീയമായിട്ടും തന്റെ സങ്കടങ്ങൾ കേട്ടിട്ടും എന്തിനാണ് ഈ വ്യക്തി പുഞ്ചിരിച്ചത്? ജോൺ തന്റെ മനസ്സിനോട് ചോദിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരുപാട് ചിന്തകൾ ജോണിന്റെ മനസ്സിൽ ഓടിയെത്തി. അയാൾ സങ്കടത്തെ മറന്നു തുടങ്ങി. ജോൺ അയാളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. അയാളും ഒരിക്കൽ കൂടി ജോണിനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് നടന്നു നീങ്ങി. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ജോൺ തന്റെ സങ്കടങ്ങളെല്ലാം മറന്ന് പുതിയൊരു ജീവിതം തുടങ്ങി. അയാൾക്ക് നഷ്ടപ്പെട്ടത് ഓരോന്നായി തിരിച്ചു കൊണ്ടുവരാനും തുടങ്ങി. നീണ്ട പരിശ്രമത്തിനൊടുവിൽ ജോൺ തനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിച്ചു. ഈ കഥയിൽ നമുക്ക് മനസ്സിലാകുന്ന പാഠങ്ങൾ: ഒരു വ്യക്തിയുടെ പുഞ്ചിരി ഒരാളുടെ ജീവിതം മാറ്റിമറിച്ചു. സങ്കടവും സന്തോഷവും നമ്മുടെ കയ്യിലാണെന്ന് പറഞ്ഞു തന്നു. പരിശ്രമിച്ചാൽ സങ്കടവും നമുക്ക് സന്തോഷമാക്കാം. അതുപോലെ തന്നെ വിജയവും നേടാം. തകർച്ചയിൽ കൂടെ നിൽക്കുന്നവരാണ് ഏറ്റവും വലിയ ധനം. പാവപ്പെട്ടവരെ ഒരിക്കലും തള്ളിക്കളയരുത്. ഒരു പുഞ്ചിരി അയാളെ മാറ്റിയെങ്കിൽ എല്ലാ സങ്കടവും ദേഷ്യവും മറന്ന് നമുക്ക് പുഞ്ചിരിച്ചുകൂടെ? നല്ലത് ചിന്തിച്ചുകൂടെ? സങ്കടം മറന്ന് സന്തോഷിച്ചുകൂടെ? എന്നിങ്ങനെ ഒരുപാട് ചിന്തകൾ നാം നമ്മോട് ചോദിക്കണം.